ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ബെഡ്റൂം ക്ലീൻ ചെയ്തതുപോലെ ഇന്ന് ഞങ്ങളുടെ പൂജാ റൂം എല്ലാം ക്ലീൻ ചെയ്തേക്കോ. എല്ലാ ഫോട്ടോയും താഴെ ഇറക്കി വെച്ച് ഞങ്ങൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുക. കണ്ടല്ലേ, ഇത് സന്ധ്യാമ പുസ്തകങ്ങളാണ്. ഇത് ഞങ്ങളുടെ വിളക്ക് കത്തിക്കുന്ന വിളക്ക്, കിണ്ടി, സാമ്പ്രാണി കത്തിക്കുന്നത് അതെല്ലാം ഉണ്ട്. ഇത് ഞങ്ങളുടെ ഭസ്മ എല്ലാം ഞങ്ങൾ കുറി തൊടുന്നത്. അതുപോലെ എല്ലാ ഫോട്ടോകളും വെച്ചിട്ടുണ്ട്. എല്ലാം ചേട്ടൻ കണ്ട ലോട്ടറി മേടിച്ചിട്ടിരിക്കുന്നേ, നാട്ടിൽ പോയപ്പോ മേടിച്ചതാ. ഇത് ആഴ്ച ഒരു ദിവസം ഈ ഫുള്ള ക്ലീൻ ചെയ്യുന്ന പറയുന്നത് എനിക്കിതൊക്കെ അഴിച്ചിറക്കാൻ പറ്റത്തില്ല. ചേട്ടൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം അഴിച്ചിറക്കാൻ പറ്റും. വിളക്കൊന്നും വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് രാവിലെ എല്ലാ ദിവസവും തേച്ച് വിടും. അതുകൊണ്ടാണ് വിളക്ക് ഇങ്ങനെ ഇരിക്കുന്നത്, പളിച്ചെന്നിരിക്കുന്നത്. ഇതെല്ലാം കണ്ടോ ഞങ്ങളുടെ ഫോട്ടോകള്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പൂജാ റൂം. പക്ഷെ പൂജാ റൂം വൃത്തിയാക്കുമ്പോഴും ഓരോ റൂം ക്ലീൻ ചെയ്യുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്കൊരു സ്വന്തം വീട് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നായിരുന്നു. അതിന് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ ലോട്ടറി മേടിച്ചുകൊണ്ട് വരും, പക്ഷെ ഒന്നും അടിക്കുന്നില്ല. അല്ലാതെ നമ്മൾ കൂടിയാ കൂടത്തില്ലല്ലേ. നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കാനല്ല പറ്റത്തുള്ളൂ. വസ്തു വാങ്ങാനോ വീട് വയ്ക്കാനോ ഒന്നും ഒരു സാമ്പത്തിക ശേഷി ഇല്ല. അതുകൊണ്ട് ഈ യൂട്യൂബൊക്കെ തുടങ്ങിയത്. കുറച്ച് പേരൊക്കെ വന്ന് ഇതിനകത്ത് വീഡിയോ എല്ലാം കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ചവരൊക്കെ കൂട്ടി തന്നെ ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് തടയും. അത് നിങ്ങളിതാ വിചാരിക്കണം. പിന്നെ ചേച്ചി ഇന്നലെ പറഞ്ഞില്ലയോ ചേച്ചി സോപ്പ് ഉണ്ടാക്കിയെന്ന്. ആ സോപ്പ് ഒന്ന് കാണിക്കാം. അതെ, ഇതാണ് നീം സോപ്പ്. ഇതിനകത്ത് നമ്മുടെ വേപ്പല, കറ്റാർവാഴ, തുളസി ഇല, ഞവരയില, ഇത് 4ഉം കൂടെ ചേർന്നാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത സോപ്പ് ചാർക്കോൾ സോപ്പ്. ഇത് നമ്മുടെ കഴുത്തിലും മുഖത്തൊക്കെയുള്ള കറുപ്പുകൾ മാറാൻ നല്ല സോപ്പാണ് ഇത്, ചാർക്കോൾ സോപ്പ്. ഈ സോപ്പ് നല്ല ബെസ്റ്റാണ്. മുഖത്തുണ്ടാക്കുന്ന മുഖക്കൂര് എല്ലാം ഇത് പോവും. മുഖം നല്ല ബ്രൈറ്റനിങ്ങും ഷൈനിങ്ങും എല്ലാം ആവും. ഈ സോപ്പിന് ആൾക്കാർ കൂടുതൽ വരുന്നത്. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അതിൻ്റെ ഇലയെല്ലാം പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാം എടുത്ത് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സോപ്പാണ് നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേച്ചിയുടെ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. പിന്നെ കൂട്ടുകാരെല്ലാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫുള്ള വീഡിയോ കണ്ടിട്ട് വേണം പോകാൻ. ചേച്ചി പറഞ്ഞില്ലേ, ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും വാച്ച് അവറും 4000 സബ്സ്ക്രൈബ് 1000 വന്നാലേ ചേച്ചിക്ക് ഇതിൽ നിന്നൊക്കെ വല്ലതും കിട്ടത്തുള്ളൂ. ഇതിൽ നിന്ന് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ 1 സെൻറ്റ് വസ്തുവെങ്കിലും വാങ്ങി ഒരു വീട് എന്തെങ്കിലും വെക്കണം. അതൊരു സ്വപ്നമാണ്. അത് നിങ്ങളെല്ലാവരും കൂടെ കനിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നല്ലവരായ നിങ്ങളെല്ലാവരും എന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്തും വാച്ച് അവർ കൂട്ടി എന്നെ സഹായിക്കണം. എന്നും വാടക വീട്ടിൽ കിടക്കാൻ പറ്റുമോ? സുഖമില്ലാതൊക്കെ വരുമ്പോഴേ വാടക കൊടുക്കാനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും. അപ്പം അതിനു മുമ്പ് നമ്മളൊരു വീട് എവിടെയെങ്കിലും ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ. പിന്നെ ചേച്ചിയുടെ ഗുളികകളൊക്കെ ഇതെല്ലാം ആയുർവേദ മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ഗുളികകളാണ്. ഒരുപാട് ഗുളികകളുണ്ട് കഴിക്കാൻ. ആയുർവേദത്തിൻ്റെ നിറയുണ്ട്. ഇതൊക്കെ ആഹാരം. 3 നേരം ഇത് കഴിക്കണം. ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ട് തരുന്നത്. അപ്പം നിങ്ങൾ എന്നെ പരിഗണിക്കാതെ പോയാൽ എനിക്ക് സങ്കടം വരത്തില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളാ കാണണേ. അപ്പോൾ വേറൊരു വീഡിയോ കൊണ്ട് ചേച്ചി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.